നമ്മൾ ഇന്ന് കല്യാണ സാരി എടുക്കാൻ പോവാണ്, അഥവാ പുടവ. കല്യാണ പുടവ എടുക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. രസമുണ്ട്. എന്താ പുരിവാൽ കല്യാണത്തിന് ഒരെണ്ണം കണ്ടിട്ട് മറ്റേതാണെന്ന് എനിക്ക് അത് ഇഷ്ടപ്പെടും. ഇങ്ങനെ കെട്ടുന്നു ഒരെണ്ണം നമ്മൾ പെട്ടി കെട്ടിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം ദാസപ്പൻ. അപ്പോൾ ഇന്ന് കണ്ണപ്പൻ ഇവിടെ ഇല്ല, ഞാൻ നമ്മുടെ കുമ്പളങ്ങിയിലാണ്. ഞാനും ഉണ്ട്, ശ്രീകുട്ടിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശ്രീകുട്ടിയുടെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്ന് നടക്കാൻ വേണ്ടി പോവാണ് അല്ലേ? അതെ അതെ അതെ, നമ്മൾ ഇന്ന് കല്യാണ സാരി എടുക്കാൻ പോവാണ്, അഥവാ പുടവ. കല്യാണ പുടവ എടുക്കാൻ വേണ്ടി നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കുമ്പളങ്ങിയിലാണ്. അപ്പോൾ നമ്മളിന്ന് എറണാകുളത്താണ് പോകുന്നത് അല്ലേ മോനെ? എറണാകുളത്താണ് പോകുന്നത്. എന്താ ഹാപ്പി അല്ലേ? ഹാപ്പി. കല്യാണം ഇപ്പോൾ ഉടനെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരി ഇപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുകൊണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ എടുക്കാൻ വേണ്ടി പോവാണ്. ഇപ്പം തന്നെ ഓൾറെഡി അവിടെ എല്ലാം വർക്കെല്ലാം ആയെന്നാ പറഞ്ഞ തിരക്കായിരിക്കും. അതെ, അമ്മയും ഞാനും മാത്രമേ വന്നുള്ളൂ. ഇപ്പോൾ കണ്ണപ്പനും രേശുവും വന്നിട്ടില്ല, കുഞ്ഞുള്ളതുകൊണ്ട്. അപ്പോൾ അച്ഛനാണെങ്കിൽ കാവി പോകുന്നതുകൊണ്ട് അച്ഛനും വരാൻ പറ്റിയില്ല. അപ്പം ഞാനും അമ്മയുങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞാനും അമ്മയും എൻ്റെ ഒരു കസിൻ അനിയത്തിയുണ്ട്, പിന്നെ അമ്മയുടെ അനിയത്തിയും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കല്യാണത്തിന് ഇനി അധിക സമയമൊന്നുമില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു ഒന്നര മാസം കഷ്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും പെട്ടെന്ന് കല്യാണം ഉണ്ടായിരിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷെ അതെല്ലാം അതിൻ്റെ സമയമായപ്പോൾ സംഭവിച്ചല്ലേ സീക്രട്ടാ? അതിപ്പോൾ എനിക്ക് നേരത്തെ ഒരു വർഷം മുന്നേ പെണ്ണ് കാണാൻ വന്നപ്പോൾ എടുത്ത ഒരു അധികം അല്ലേ, പെട്ടെന്ന് ഒരു വർഷം പോയത്. കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു പെണ്ണ് കാണാൻ വന്നത്, ഇപ്പോൾ അടുത്ത ഓഗസ്റ്റായി. പെട്ടെന്നാണ് സമയം പോയത്. ഇത്രയും പെട്ടെന്ന് കല്യാണം ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനി ഇടിയൊക്കെ ഇനി നേരിട്ടായിരിക്കും. അതെ, ഇനി ഇടി ഫേസ് ടു ഫേസ് ഇടി. അപ്പോൾ അതും സംഭവിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരു ദിവസം ഒരു വ്ലോഗ് ഇട്ട് നമ്മൾ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ കല്യാണത്തിന്. അപ്പോൾ ഇപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങളുടെ കൂടെ വേണം. അതെ, അപ്പൊ ഞങ്ങൾ പോയി സാരിയൊക്കെ എടുത്തിട്ട് വരാം. അതെ ഗൈസ്, അപ്പോൾ നമ്മുടെ അമ്മയും അംബികാമ്മയും അച്ചു എല്ലാം താഴെയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അവിടെ ചെന്ന് അവരെയും വിളിച്ചിട്ട് നമുക്ക് നേരെ ഇനി എറണാകുളത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മളപ്പോൾ സാരി എടുക്കാൻ വേണ്ടി ഇറങ്ങും അല്ലേ? അപ്പോൾ നമ്മുടെ കാറ് ഇഷ്ടപ്പെട്ടോ? കാറങ്ങാണ്ട് വന്നിട്ടില്ല. സീക്കുട്ടി ഇന്ന് ആദ്യമായിട്ടാണ് വണ്ടി കാണുന്നത്. സൂപ്പർ അല്ലേ? പിന്നെ നമ്മളിനി സാരി എടുക്കാൻ വേണ്ടി എങ്ങോട്ടാ പോകുന്നത്? വൈറ്റിലെ പോണല്ലേ? നോക്കണം അവിടെ എങ്ങനെയാണ്. അങ്ങനത്തെ ഒരു കടയുണ്ട്. ഞാൻ വീഡിയോസിലൊക്കെ കുറച്ച് റെഫറൻസ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ചില കടകളിൽ ചെന്ന് നോക്കണം. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പൊ കുറച്ചു നേരത്തെ അലച്ചിന് ശേഷം നമ്മൾ ആ കട കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് അലച്ചിലൊന്നും ഉണ്ടായില്ല, ലേറ്റ് ആയി. അങ്ങനെ ഈ ഡിസൈൻസിൽ വന്നിട്ടുണ്ട് സാരി നോക്കാൻ വേണ്ടി. നമ്മൾ എന്ത് സാരി എടുക്കുന്നത്? എനിക്കൊരു ഐഡിയ ഇല്ല, നല്ലൊരെണ്ണം നോക്കണം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ നമ്മുടെ അച്ചുകൊണ്ട് അമ്മയൊക്കെ നേരെ അമ്മേനൊക്കെ ലിഫ്റ്റ് ചെയ്തിട്ട് അപ്പൊ നമ്മള് സാരി നോക്കാനായിട്ട് നമ്മള് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മയ്ക്ക് കാല് വയ്യാത്തതുകൊണ്ട് അമ്മയും നമ്മുടെ അമ്മയൊക്കെ നമ്മൾ ലിഫ്റ്റ് കയറ്റി വിട്ടിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ മണ്ടയ്ക്ക് എത്തിയിരിക്കുക. എനിക്ക് തോന്നുന്നത് ഞാൻ ഇവിടെ നിന്ന് കൊടുക്കുന്നതാണ്, കാരണം അത്രയും കളക്ഷനൊക്കെ ഉണ്ട്. അമ്മയൊക്കെ ഇറങ്ങി വരുന്നതാണ് കേട്ടോ. രണ്ടുപേരും നന്നായിട്ടുണ്ട് അല്ലേ? രമണേമേനെ പിടിച്ചിട്ടുണ്ട് എൻ്റെ അമ്മ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ മൊത്തം മറ്റേ മാർജിൻ ഫ്രീ എന്താണ് മറ്റേ സിനിമയ്ക്കകത്ത് പറയത്തില്ലേ, ഇത് എടുക്കണമെന്ന് അറിയത്തില്ല അല്ലേ? മറ്റേതാ CID മ്യൂസിക്കകത്ത് പറയുന്നത്. അപ്പം സാരിയൊക്കെ വെച്ച് നോക്കുന്നുണ്ട് അല്ലേ? എന്താ അപ്പോൾ കുറേ സാരി നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. കീഴിലും കളക്ഷനും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. എന്താണ് എനിക്ക് ഇവിടുത്തെ എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ ബഡ്ജറ്റിനും. പക്ഷെ എനിക്ക് ഫസ്റ്റ് കിട്ട സാരി എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്യാന്ന് പറയൂലേ, ആണല്ലേ? അത് നോക്കട്ടെ, പറ്റുമെങ്കിൽ നമ്മൾ അതെടുക്കും. ഏതെടുക്കണമെന്ന് നമുക്ക് കൺഫ്യൂഷനാണ്. ഞാൻ ആദ്യം ഓർത്ത് ഇവിടെ നോക്കി ജയലക്ഷ്മി നോക്കി പോത്തീസിലൊക്കെ നോക്കാന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ ഇവിടെ തന്നെ ഒരെണ്ണം എടുക്കുമെന്ന്. എനിക്ക് ഈ സാരിയെ കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ട് അധികം നമ്മൾ അതിനകത്തോട്ട് കൈ കിടക്കുന്നില്ല. അപ്പം അമ്മയൊക്കെ അവിടെ നല്ല സാരി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ട സാരി നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഫൈനൽ ഡിസിഷൻ എടുക്കണം അല്ലേ? എന്തുവാട്ടാ? ഇതിലും കുറച്ചുകൂടെ ബ്രൈറ്റ് നമ്മൾ ആദ്യം കൊടുത്ത ആ ഒരു പിങ്കില്ലേ എടുത്തോണ്ട് വരുന്നുണ്ട്.
ഗൈസ് അപ്പം ഒരു സാരി ഞങ്ങൾ സെറ്റ് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാൻ പോലെടാ. അപ്പോൾ അത് ചേരുമോ ഇല്ലയോ എന്നാണ് നമുക്കിപ്പോൾ വെച്ച് നോക്കാം. ഈ സാരി ഇഷ്ടപ്പെട്ടോ? ആണല്ലേ? എന്തോ ശ്രീകുട്ടിയുടെ ഇഷ്ടമാണ്, അവളല്ലേ ഉടുക്കേണ്ടത്. ശ്രീകുട്ടിയുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് എടുക്കട്ടെ. അമ്മയ്ക്ക് ഈ സാരി ഇഷ്ടപ്പെട്ടോ? അപ്പം എല്ലാവരും ആ ഒരു സാരി അത് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പം എന്ത് ചെയ്യുക? ഡ്രേപ്പ് ചെയ്ത് നോക്കുക ചേരുന്നുണ്ടോ ഇല്ലയോ എന്ന്. എങ്ങനെയുണ്ടോ അമ്മേ? ചേരുന്നുണ്ടോ? ശ്രീകോട്ടം ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ടോ അമ്മ ഇത് കണ്ടിട്ട്? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? അമ്മയ്ക്കാ? ശ്രീകുട്ടിക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇവിടുത്തെ കൂടുതലും വീഡിയോ എടുക്കാത്ത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പാട്ട് കേൾക്കുന്നുണ്ട്. ഇത് കോപ്പിറൈറ്റ് ഉണ്ടാകുമോ അറിയത്തില്ല. അങ്ങനെ വരുവാണെങ്കിൽ പ്രശ്നമാണ്. എന്തോ അല്ല, ഇതിലേതാണ് നോക്കട്ടെ ശ്രീകുട്ടിക്ക്. ആണല്ലേ? നിനക്കത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിട്. ചിലപ്പോൾ 2 സൈഡ് വെച്ച് നോക്കാൻ പോകുന്നു കേട്ടോ. എന്താ എത്ര സാരി ഉണ്ട് വെച്ചിട്ട് എവിടെ പോ? അത്ര റേറ്റിന് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആകെ ഒരു കല്യാണം അല്ലേ ഉള്ളു. കഴിച്ചപ്പോൾ നമ്മൾ ഒരു ഷോപ്പിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? ആ, എന്നിട്ട് വേണം ഫൈനലായിട്ട് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത്. എന്താ അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ? അപ്പോൾ അച്ചുണ്ട്. അച്ചു ഇൻട്രോവേർട്ടാണ് കേട്ടോ. പെട്ടെന്ന് ടെൻഷനായി. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ കയറിയിട്ട് നമ്മളിപ്പോൾ ഒരു സാരി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീകുട്ടി പറയുന്ന അപ്പുറത്തെ ഒരു ഷോപ്പുകളുണ്ട്, അവിടെയും കൂടെ കയറി നോക്കിയിട്ട് നമുക്ക് ഫൈനലായിട്ട് ഡിസിഷൻ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫൈനലിൽ അപ്പം പറയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാണിക്കാം. പിന്നെ അകത്താണ് ഫുള്ള് കോപ്പിറൈറ്റ് ഉള്ള പാട്ടും കാര്യങ്ങളും മൊത്തം വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരോട് പറയാൻ പറ്റത്തില്ല, കാരണം താഴത്തെ നിലയിലെങ്ങാണ്ടാണ് പാട്ട് വെച്ചിരിക്കുന്നത്. അത് മണ്ടയ്ക്കും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കിനി അപ്പുറത്തെ ഷോപ്പിലൂടെ പോയിട്ട് കാണിക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പുറകെ കാണിക്കാം. ഗൈസ് അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പുറത്ത് പോകുന്നത് ഇപ്പോൾ നമ്മൾ ജയലക്ഷ്മിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരകത്തോട്ട് പോയിട്ടുണ്ട്. ഞാനാണെങ്കിൽ കാറ് പാർക്ക് ചെയ്തിട്ട് ഇതാണ് ഉള്ളിലേക്ക് പോകണം കേട്ടോ. ഇത് പടവണ്ടാറിനൊരു ജയലക്ഷ്മിയുടെ ഷോറൂം ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഷോറൂം ഇവരെ കാണുന്നത്. അപ്പോൾ നമുക്ക് അകത്ത് ചെന്നിട്ട് കാണാം കേട്ടോ. ചായ കുടിയാണ് കേട്ടോ ഇവിടെ. നമ്മളപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ എല്ലാവർക്കും ചായയൊക്കെ തന്നില്ലേ? മധുരം ഉണ്ടാവും, ഷുഗർ ഒന്നും കൂടല്ലേ? ഞാടെ കുടിച്ചു. ഞാൻ ഈ സമയത്താണ് 2 പേരും ചായ കുടിയാണ്. ചിറ്റയാണെങ്കിൽ അപ്പോൾ ഇത് മറ്റേനേക്കാളൊരു പടവുണ്ടായിരുന്നൊരു കടയാണെന്ന് തോന്നല്ലേ? നമുക്കപ്പോൾ നോക്കാം. എന്തോ നോക്കാം. അപ്പോൾ ഓൾറെഡി അപ്പുറത്ത് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചില്ലേ? ഇത് കണ്ടിട്ട് അങ്ങനെ ഉണ്ട്, ഒരു കൊട്ടാരം പോലെ ഉണ്ടല്ലോ. എന്താ അത് അപ്പുറത്തൊന്നും കിട്ടത്തില്ലേ? ഞാൻ തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓടിക്കും. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടിയിട്ടുണ്ടല്ലേ? 4 പേരുണ്ട്. മിററിലുണ്ട്. ആണിപ്പിങ്ങിനോട് ഇത്ര ഇതെന്താണ്? അല്ല, ഞാൻ എനിക്ക് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ചേരുന്നുണ്ട് ആ കളർ. പിന്നെ ഞാൻ ജെമിനിയിൽ കുറച്ച് സാരീസൊക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ പിന്നെ ഇതാക്കി നോക്കി. അപ്പൊ റാണി ഭയങ്കര രസമുണ്ട്. റാണിപ്പിങ്ങിന്റെ കുറെ സെറ്റ് ആണ്. കാണിച്ചു തരാം. എന്താ ട്രെൻഡ് ഉൾപ്പെടെ പറഞ്ഞു തരുന്നുണ്ട് ഇവിടെ. എന്താ ഇഷ്ടമുള്ള ഇട്, അല്ല അങ്ങനെയൊന്നുമില്ല. ഇതുള്ള ഡിസൈൻ ഇഷ്ടപ്പെടല്ലേ? പിന്നെ എൻ്റെ
ഗൈസ് അപ്പോൾ അവിടെ ഉള്ള സാരികൾ മൊത്തം ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്താ എങ്ങനത്തെ ഉള്ളതാണ് ശരിക്കും വേണ്ടത്? അപ്പൊ ഇത്ര എണ്ണത്തിൽ നിന്ന് ഇപ്പോൾ ഒരെണ്ണം ശ്രീകുട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കണം കേട്ടോ. അപ്പോൾ അത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കൊള്ളാം. ഇങ്ങോട്ട് നോക്കിയ സീക്കൂടാ കൊള്ളാണ്. ഐസപ്പ് നൈസായിട്ടുണ്ട് കേട്ടോ, കൊള്ളാം. അപ്പുറത്തേലും മാലയെല്ലാം കൂടെ വന്നപ്പോഴത്തേനും സെറ്റ് ആയിട്ടുണ്ടല്ലേ. അങ്ങനെ ഉണ്ടമ്മേ, കൊള്ളാല്ലേ. ഇങ്ങോട്ട് നോക്കി. ഐസപ്പ് ഇത് രണ്ടാമത്തെ സാരിയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇവിടെ ഏതാ ഇഷ്ടപ്പെട്ടെ? രണ്ടും ഒരു കല്യാണത്തിന് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ഒരുമിച്ച്. എല്ലാ സാരിയും സൂപ്പറാ, അവർക്ക് ഇഷ്ടമുള്ളത് എടുക്കട്ടെ. സാരി എല്ലാം സൂപ്പറാ, അവർക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കട്ടെ. രണ്ട് സാരി ഇഷ്ടപ്പെട്ടു, ശ്രീകുട്ടിയുടെ ഇഷ്ടത്തിന് എടുക്കട്ടെ എന്ന് വെച്ചിരിക്കണേ. ഏതാ ഇഷ്ടപ്പെട്ടെ? എനിക്ക് പിങ്കാ ഇഷ്ടമായ. ഐസപ്പോൾ നമ്മൾ അതിനകത്തുള്ള വെട്ടത്തിനകത്ത് നമ്മൾ സാരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിനി എന്താണ് ഡേ ലൈറ്റിൽ വെച്ച് നോക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ. അപ്പൊ മറ്റേതാ രസമുണ്ട്. ആ വേറെ നോക്കാൻ വേണ്ടിയാ അതെടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണ് അല്ല വേറെ നോക്കുവാ, നോക്കട്ടെ. ആണല്ലേ, ഇഷ്ടമുള്ളത് എടുക്കട്ടെ. രണ്ടുപേരും ഇവിടെ കറങ്ങി നടക്കണം. ഞങ്ങൾ നടന്നിങ്ങനെ വിഷമിച്ച് ഇപ്പൊ രണ്ടാമത്തെ കടി ഇനി എത്ര കഴിഞ്ഞു ഇവിടെ നിന്ന് എടുക്കുമെന്നൊന്നും ഉറപ്പില്ല. ഐസപ്പം അമ്മയ്ക്കാണ് ഉറപ്പില്ലെന്നാണ് പറയുന്നത്. ഇവിടെ മൈൻഡ് വെച്ചിട്ട് വേറെ പരിപാടിയൊക്കെ. ഐസപ്പം മൊത്തം ആകെ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. എല്ലാ സാരിയും നല്ലതായതുകൊണ്ട് ഏതെടുക്കും? കൂട്ടാ എന്തോ 200 സാരി എടുത്തതിന് ശേഷം ഒരെണ്ണം പിന്നെയും സെറ്റായിട്ടുണ്ട്. എന്താ പുരുവാൽ കല്യാണത്തിന് ഇഷ്ടപ്പെട്ടില്ലേ? അല്ല, ഒരെണ്ണം കണ്ടിട്ട് മറ്റേതാണ് എനിക്ക് അത് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ അപ്പം അടുത്ത അതിൻ്റെ മണ്ടക്കേനെ വെച്ച് നോക്കുവാണ്. ഇങ്ങനെ കെട്ട് ഒരെണ്ണം നമ്മൾ ഫൈനൽ ഫൈനൽ ഡിസിഷൻ എന്താ? ചെയ്തിട്ടുണ്ട്. ഇതേതാ ഏതാ? ഇപ്പൊ കാണിക്കണ്ട, സർപ്രൈസ്. സർപ്രൈസ് ആണ് ഐസപ്പം അല്ലേ? എല്ലാരും കണ്ടേലും ഒരെണ്ണം എടുത്തിരിക്കുന്ന. ഐസപ്പം ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന് 3 ആൾക്കാരെ കാണാനില്ല. ഞങ്ങൾ ഫ്ലാറ്റ് മാറി ഇവിടെ കറങ്ങുക. എന്താണ് പറയാനുള്ളത് ഈ അവസരത്തിൽ? എന്താണ് പറയാനുള്ളത്? ഈ അവസരത്തിൽ ഇപ്പൊ വഴുതെറ്റി കറങ്ങി വന്നിട്ടുണ്ട്. ഐസപ്പം ഇവിടെ വന്നപ്പോൾ അവരെയും കാണാനില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവരെ നപ്പി നടക്കുവാണ്. ചേച്ചി ഇവിടെ ഇരുന്ന 3 പേരില്ലേ സെറ്റിയില്ല. എന്തോ അവരെങ്ങോട്ട് പോയി? ഇവിടെ പോയി കണ്ടുപിടിക്കും. അങ്ങനെ എമൗണ്ട് ഒക്കെ പേ ചെയ്തിട്ട് നമ്മൾ സാരി മേടിക്കാൻ ഇവിടെ കൗണ്ടറിൽ ആണ്. അപ്പോൾ ഇപ്പം തന്നെ വരുമല്ലേ? വിശക്കുന്നുണ്ടോ? കുഴപ്പമില്ല, ഗ്യാസ് കയറിയ വിശപ്പൊക്കെ കെട്ട്. പക്ഷെ എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പം ഇത്രയും പേരെ നമ്മളിവിടുന്ന് കണ്ട്. നിങ്ങളെപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്? അവർ കൊണ്ടുവന്ന് നമ്മളെ ഇങ്ങോട്ട്. ആണോ? നിങ്ങളെ നോക്കി ഞങ്ങൾ അവിടെ നടക്കുമായിരുന്നു. അവർ ചോദിക്കാൻ വയ്യായിരുന്നോ? അവിടെ ചോദിച്ചപ്പോൾ നിങ്ങളെ അവർ കണ്ടില്ലെന്ന് പറഞ്ഞു. 2 പേരെയും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ സീക്കോട്ടൻ റോളാക്കണമെന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ നല്ല ആ ഫോൾഡ് ചെയ്ത മാർക്കൊക്കെ മാറാൻ വേണ്ടിയിട്ട് റോളാക്കി തരും. അങ്ങനെ ആക്കിക്കൊണ്ടുവന്ന് എനിക്ക് തന്നെ തലേദിവസം, കല്യാണത്തിന്റെ തലേദിവസം അപ്പോൾ നമ്മൾ പെട്ടി കിട്ടിയിട്ടുണ്ട്. റോളാക്കിക്കൊണ്ടുവന്ന് തന്നെ കേട്ടാ. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. അപ്പം സീക്കോട്ടനുള്ള സാരിയെല്ലാം നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോഴത്തേന് അമ്മയ്ക്ക് നോക്കാനായിട്ട് നമ്മളിലോട്ട് കയറിയതാണ് അല്ലേ? അമ്മയൊക്കെ നോക്കുകയാണ് സാരിയൊക്കെ. അപ്പോൾ നമ്മൾ ജയലക്ഷ്മി സാരിയൊക്കെ എടുത്ത് നമ്മൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഞാനുണ്ട്, സീക്കുട്ടിയുണ്ട്, അമ്മയുണ്ട്, അച്ചുണ്ട്, രമണി അമ്മയുണ്ട്.
ലാസ്റ്റ് പോസ്റ്റാണ്. അപ്പോൾ നമ്മളിനി നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഫുഡ് അടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ കല്യാണ ഷോപ്പിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് ഞാനും അമ്മയും നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ എടുത്തില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടപ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലായി കാണും എൻ്റെ കല്യാണം ഇങ്ങ് എത്താറായെന്ന്. അപ്പോൾ അതേ ഗൈസ്, അപ്പോൾ എൻ്റെ കല്യാണം ഇങ്ങ് എത്താറായി. ഇനിയും കൂടിപ്പോയി ഒരു 1.5 മാസം കൂടെ കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ സാരി എടുത്തു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കല്യാണം വരുന്നത് ഓണത്തിന് തൊട്ട് മുമ്പായിട്ടാണ്. അപ്പം കുറച്ച് വർക്കും കാര്യങ്ങളും, അതായത് ശ്രീകുട്ടിയുടെ സാരിക്ക് കുറച്ച് വർക്കും കാര്യങ്ങളും ചെയ്യേണ്ടതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ പോയി സാരി എടുത്തത്. അപ്പം നമ്മൾ ഇനി വരുന്ന വീഡിയോകളിൽ നമ്മുടെ കല്യാണത്തിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. എല്ലാവരും നമ്മൾ ക്ഷണിക്കുന്നതായിരിക്കും. പിന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു പുതിയ ലൈഫിലേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ സന്തോഷവും കുറച്ച് ടെൻഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ വേണം, എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് വേണം കേട്ടോ. പിന്നെ നമ്മുടെ കല്യാണത്തിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.